എല്ലാവർക്കും പത്തരമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ റിവ്യൂ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യം തന്നെ കാണിക്കുക അനാമികയുടെ വീടാണ് കേട്ടോ. അപ്പോൾ വേണുവും രേവതിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വേണം മോളെ എങ്ങനെയും ചൂട് പിടിപ്പിച്ച അനന്തപുരിയിലേക്ക് പറഞ്ഞു വിടാൻ. ഇപ്പോൾ അവിടുത്തെ രണ്ട് മരുമക്കളും അവിടെ ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ രേവതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തേക്കും അവിടേക്ക് അനാമിക വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, മോൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ദേവയാനി മരുമകളെ പോയി വിളിച്ചുകൊണ്ട് വരാനുള്ള അവസരം മോളാറ്റം ഉണ്ടാക്കരുത്. അതുകൊണ്ട് ദേവയാനി ചേച്ചിയെ എങ്ങനെയും ചൂട് പിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. അല്ലാതെ ദേവയാനി ചേച്ചി ഇനി ഒരു മണ്ടത്തനം കാണിക്കാനുള്ളത് അവസരം ഉണ്ടാക്കില്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ഞാൻ പരമാവധി ശ്രമിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഈ സമയമാണ് മോളെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇടിച്ച് കയറാനുള്ളത്. അറിയാമല്ലോ, ഓരോ ഫംഗ്ഷന് വരുമ്പോഴും അവിടെ ഉള്ളവർ സമ്മാനമായി കൊടുക്കുന്ന ഡയമണ്ടൊക്കെയാണ് കൊടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും അനാമിക പറയുന്നുണ്ട്, അവിടെയുള്ളവർ ബുദ്ധിയില്ലാത്തവരൊന്നും അല്ല, അവരെ മനസ്സിൽ അങ്ങനെ പെട്ടെന്ന് ഇടം പിടിക്കാനൊന്നും പറ്റത്തുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും രേവതി പറയുകയാണ്, എന്തായാലും അമ്മായിയമ്മ ഇഷ്ടപ്പെടാത്ത മരുമകളാണല്ലോ നയന എന്ന് പറയുന്നത്. പക്ഷേ മോളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലോ, മോളെ ഇഷ്ടപ്പെടുന്നത് അമ്മായിയമ്മയും അതുപോലെ തന്നെ അപ്പച്ചിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, ദേവേനി ചേച്ചിക്ക് മോളെ ഇഷ്ടമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ അമ്പലത്തിൽ ഇപ്പം നേർച്ച നേർന്നുകൊണ്ടിരിക്കുകയാണ്, കാര്യം ഇനി അവളിങ്ങോട്ട് തിരിച്ച് വരല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതുപോലെ തന്നെ അനന്തപുരിയിലുള്ള എല്ലാവരും അവളെ വെറുക്കണേ എന്നൊക്കെ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് വേണു പറയുന്നുണ്ട്, അവിടെയുള്ളവർ കലഹം ഉണ്ടാകണതും അതുപോലെ തന്നെ അവിടെ ഒത്തൊരുമയില്ലാതെ പോകുന്നതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അവർ സന്തോഷത്തോടെ ഇരിക്കണമെന്നും നമുക്കില്ല. പക്ഷേ അങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ നേട്ടം നമുക്ക് തന്നെ കിട്ടണം എന്നൊക്കെ ഇങ്ങനെ വേണു പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഈ സമയത്ത് വേണം മോളെ കൂടുതലായിട്ട് ശ്രദ്ധ പിടിച്ച് പറ്റാൻ. അവൾ രണ്ട് മരുമക്കളും ഇല്ലാത്തതുകൊണ്ട് മോൾക്ക് പറ്റിയ അവസരമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയം വേണം മോള് മുത്തശ്ശിയുടെയും മനസ്സിലേക്ക് ഇടിച്ച് കയറാനെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, മോൾക്ക് കോലം വരയ്ക്കാനും അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ ഫുഡ് ഉണ്ടാക്കാനും അറിയില്ല, അല്ലായിരുന്നുണ്ടെങ്കിൽ നയനെ പോലെ എല്ലാവരും മനസ്സിലും ഇടം പിടിക്കാനും പറ്റിയേനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ അവിടുത്തെ മഹാറാണിയായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും വേണു പറയുന്നുണ്ട്, അതുകൊണ്ടെന്ന് മാത്രമല്ല അവൾ മഹാറാണിയായത്, നന്നായിട്ട് ഡിസൈനും വരയ്ക്കാൻ അറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അനാമിക പറയാണ്, അത് ശരിയാണ്, എന്തായാലും അവൾ അവിടുത്തെ ഇത് ഡിസൈനറായില്ലേ, അതുകൊണ്ട് തന്നെ കമ്പനിക്ക് നല്ല നേട്ടവും ഉണ്ട്. അതൊക്കെ കൊണ്ടാണ് വല്യമ്മയ്ക്കും ഇത്തിരി അവളുടെ അടുത്തൊരു അനുകമ്പയുള്ളത്, ഇത്തിരി താഴ്ന്നൊക്കെ കൊടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. മോളെന്തായാലും അങ്ങോട്ട് അനന്തപുരിയിലേക്ക് പൊയ്ക്കോ, പിന്നെ എന്ത് സഹായം ഉണ്ടെങ്കിലും ഞാൻ വിളിച്ചാൽ മതി, അമ്മ അങ്ങോട്ട് പറഞ്ഞു വിടാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുകയാണ്, ഞാനും വരാം, എനിക്കും വേറെ പ്രശ്നമില്ല, എന്തായാലും അവളുമാരില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്ത് സഹായത്തിനും മോൾ വിളിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മോളെത്തിയിട്ട് എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അനാമിക ഇങ്ങ് പോവുകയാണ് ചെയ്യുക. അച്ഛൻ പറയുന്നുണ്ട്, ദേവേനിക്ക് നല്ല വിഷമമുണ്ട്, എന്തായാലും നയന പോയാലും എല്ലാവരും നമ്മൾ അവളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടായിരിക്കും അമ്പലത്തിലൊക്കെ പോയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, അമ്പലത്തിൽ പോയിട്ട് വരാനുള്ള സമയം കഴിഞ്ഞെന്ന് മുത്തശ്ശി മറുപടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അജയൻ പറയുകയാണ്, ഇനി അന്നദാനമൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണോ എന്നൊക്കെ അറിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട് ജയന്, അതിനൊക്കെയുള്ള സമയങ്ങൾ കഴിഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, എന്തായാലും അല്യമ്മയും അതുപോലെ തന്നെ നയനേട്ടനെയും തമ്മിലുള്ള പ്രശ്നം ഉടനെ തന്നെ പരിഹരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീയും അനാമിക മോളും തമ്മിലുള്ള പ്രശ്നം അത് ഉടനെ തന്നെ പരിഹരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ് അജയൻ പറയുന്നുണ്ട്, അതെന്തായാലും ഒരിക്കലും നടക്കുമെന്ന് തോന്നുന്നില്ല അച്ഛാ, അവൾക്ക് യവനെ ഇഷ്ടമില്ല, യവന് അവളെ ഇഷ്ടമില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വെറുപ്പാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനി പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, അത് തന്നെയാണ്, അതും ഒരു പ്രശ്നം തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഈ സമയം തന്നെ ആദർശ് വരുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ ചോദിക്കുകയാണ്, ദേവയാനിയെ വിളിച്ചു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ വിളിച്ചിരുന്നു, പക്ഷേ ഫോണൊന്നും എടുത്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുകയാണ്, ഇനി കൂടുതലായിട്ട് ദേവയാനിയെ ഒന്നും പറയാനും വേണ്ട, കാര്യം ഇനി അവളെ നമ്മളിങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവൾ പിണങ്ങി ഇനി അവളെ വീട്ടിലായിട്ട് പോയാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജയൻ പറയുന്നുണ്ട്, എന്തായാലും ഉടനെയൊന്നും പെട്ടെന്നൊന്നും പോവില്ല, കാരണം ആദർശിനെ കാണാതിരിക്കാൻ ദേവയാനിക്ക് കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്കും അവിടേക്ക് ഒരു കാർ വരുന്നുണ്ട്. അത് ദേവയാനിയാണ് കേട്ടോ വരിക. അപ്പോൾ ദേവയാനി കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പറയുകയാണ് ജയൻ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അതിന് ശേഷമാണ് കേട്ടോ നയന ഇറങ്ങുക. അപ്പോൾ നയനയെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ് ചെയ്യുക. അങ്ങനെ മോളെ കുട്ടിയെ കൊണ്ട് വന്നല്ലോ എന്നുള്ളതിൽ എല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് എന്തായാലും വിമർശനത്തിനുള്ള ബലം കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ പോയി വിളിച്ചിട്ട് വന്നില്ല, ഇപ്പോൾ അമ്മ പോയി വിളിച്ച ഉടനെ തന്നെ അവൾ വന്നോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തോ ആദർശിനൊരു ഡൗട്ട് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ നയനയും കൂടെ അവരടുത്തേക്ക് വരികയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ അമ്പലത്തിലേക്കെന്നും പറഞ്ഞ് പോയത് മോളെ വിളിക്കാനായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഇല്ല ഞാൻ അമ്പലത്തിൽ തന്നെയാണ് പോയത്, പിന്നെ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇങ്ങനെ ദേവി എന്നോട് പറയും പോലെ തോന്നി, എന്തായാലും വീട്ടിലുള്ളൊരു സമാധാനത്തിന് മോളെ തന്നെ വിളിച്ചുകൊണ്ട് വരുന്നതായിരിക്കും നല്ലത് എന്നിങ്ങനെ പറയും പോലെ തോന്നി, അങ്ങനെ ഞാൻ പോയി വിളിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അമ്മായിയമ്മ മരുമകളെ സ്നേഹിച്ചാലേ ഇങ്ങോട്ട് വിടത്തുള്ളൂ എന്നല്ലേ മോടെ അച്ഛനും അമ്മയും പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാണ്, ഞാൻ അവർക്ക് വാക്ക് കൊടുത്ത് മരുമകളെ സ്നേഹിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ മുമ്പ് മാത്രം വച്ചായിരിക്കും, അല്ലാതെ എനിക്ക് അവളെ സ്നേഹിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോൾ എന്തായാലും വന്നല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇതിന് ശേഷം നയന പറയുന്നുണ്ട്, ഇനി അച്ഛനും അമ്മയും വരുന്ന സമയത്തെങ്കിലും അവരെ മുമ്പ് വെച്ച് അമ്മ എന്നോട് സ്നേഹത്തിൽ മാത്രമേ പെരുമാറാവൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ചെയ്യും, എനിക്കങ്ങനെ എപ്പോഴും വാക്ക് മാറ്റി പറയുന്ന ശീലമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ്, എന്തായാലും മോളത്തേക്ക് ചെല്ല്, എല്ലാവർക്കും സന്തോഷം ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നയന അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ദേവയാനി നയനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും ആദർശിനൊരു ഡൗട്ട് തോന്നുകയാണ് കേട്ടോ, എന്തോ എവിടേക്കോ പ്രശ്നങ്ങളുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശിന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിചാരിക്കുകയാണ്, എൻ്റെ ഭാര്യ എന്നെ ചീറ്റ് ചെയ്യുകയാണോ എങ്കിൽ അതെനിക്ക് ഭയങ്കര വിഷമാവും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അജയൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഇല്ല ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നിട്ട് പറയുകയാണ്, അമ്മ അവളുടെ മുമ്പിൽ ഇത്രയും താഴ്ന്നു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി പറയുകയാണ്, ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷത്തിൽ ഞാൻ ഇനിയിപ്പം കുറച്ച് താന്നാലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തച്ഛൻ പറയുകയാണ്, എന്തായാലും നമ്മുടെ വീട്ടിലെ സന്തോഷമല്ലേ, നല്ല കാര്യത്തിന് വേണ്ടി ആരെ മുമ്പിൽ താഴ്ന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് നല്ല വിഷമമുണ്ട്, പിന്നെ എൻ്റെ വിഷമത്തിനൊന്നും ഇവിടെ ഒരു പ്രസക്തി ഇല്ലല്ലോ, എല്ലാവർക്കും നയനെ മതിയല്ലോ, നയന മോളില്ലെങ്കിൽ വീട് ഇറങ്ങി പോകുന്ന അമ്മ തന്നെ പറഞ്ഞില്ലേ, ഇനി അവളില്ലാത്തതുകൊണ്ട് വീട് ഇറങ്ങിപ്പോണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയി അവളെ വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതേ ഒരുപാട് ദേഷ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ഇങ്ങനെ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കാര്യം നയനക്കിഴമ്പ് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, എല്ലാം ഇങ്ങനെ ഒരു ഡൗട്ടായിട്ട് ഇങ്ങനെ ആദർശ് ഇങ്ങനെ ഓർത്ത് നിൽക്കുന്നുണ്ട്. അടുത്തായിട്ട് കാണിക്കുക ജലജയും ജാനകിയാണ് കേട്ടോ. ജലജ ഇങ്ങനെ ജാനകിയോട് പറയുന്നുണ്ട്, ഏട്ടത്തി എന്തായാലും അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് പോയിട്ട് ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നയന വന്നിട്ട് പറയുന്നുണ്ട്, എത്തിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ജലജ ചോദിക്കുകയാണ്, നീ എപ്പോൾ വന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാണ്, നിങ്ങളിപ്പം പറഞ്ഞില്ലേ കാണാനില്ലെന്ന്, അവരെ കൂടെ തന്നെയാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയാണ്, നിന്നെ അമ്മായിയമ്മ സ്നേഹിച്ചാലേ വിടുകയുള്ളൂ എന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇങ്ങനെയാണ് നീ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയാണ്, അമ്മായിയമ്മ സ്നേഹിക്കാമെന്ന് ഉറപ്പ് കൊടുത്തു, അതുകൊണ്ട് ഞാൻ വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നയന ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ജാനകിക്കും ജലജയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ വാക്ക് കൊടുത്തു, അതുകൊണ്ട് അച്ഛനും അമ്മയും ഇങ്ങനെ വിട്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഞാനും ഇങ്ങോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, നിനക്ക് നാണമില്ലേ ഇങ്ങനെ വിളിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരാനെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുകയാണ്, ഞാൻ നാണിക്കേണ്ട ആവശ്യം എന്താ, ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എന്തായാലും ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഒരു ശ്വാസം മുട്ടലായിരുന്നു, ഇപ്പോഴാണ് ഒരു ആശ്വാസമായത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇവിടെ തന്നെ കാണും എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നയനങ്ങ അകത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട്, നമ്മുടെ ഏട്ടത്തിയാണെങ്കിൽ നമ്മളോട് ചെയ്യുന്ന വല്ലാത്തൊരു ചതിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജലജയും പറയുന്നുണ്ട്, ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ, നമ്മുടെ കുരങ്ങ് കളിപ്പിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ജലജയും ജാനകിയും കൊണ്ട് ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ.
അടുത്തായിട്ട് ജലജ ഇങ്ങനെ അഭിയോട് വന്ന് പറയുന്നുണ്ട് കേട്ടോ, വന്നടാ വന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുമ്പോൾ പറയുന്നുണ്ട് ആരാ വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ് നയന വന്നു, ദേവേനി പോയി കൂട്ടിക്കൊണ്ട് വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ് പിന്നെ വരില്ല എന്നൊക്കെ പറഞ്ഞതോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട് ഇത് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഇത് പറ്റിക്കുകയാണോ എന്ന് ഡൗട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അഭി പറയുന്നുണ്ട് എന്തായാലും അവളെ അച്ഛനും അമ്മയ്ക്ക് ഡിമാൻഡ് ഇടുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നല്ല സംശയമുണ്ട്, അവരിപ്പോൾ താമസിക്കുന്ന വീടൊക്കെ അവരെ പേരിൽ എഴുതി കൊടുത്തു എന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുകയാണ് എന്തായാലും ഇപ്പം എനിക്ക് അതിലൊന്നും കൂടുതലായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല, ഞാനിപ്പോൾ അതിനെക്കാട്ടിയും വലിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ അഭി പറയുകയാണ്. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് നീ ഇനി ഓഫീസിൽ വല്ല തിരിമറിയും കാണിച്ചോ, എങ്കിൽ നിൻ്റെ ഉള്ള ജോലിയും കൂടെ പോകും, അതുമാത്രമല്ല നിന്നെ ഈ തറവാട്ടിൽ നിന്നും പുറത്താക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പറയുന്നുണ്ട് ശരിയാണമ്മ, ഞാൻ മിക്കവാറും ഈ തറവാട്ടിൽ നിന്ന് പുറത്ത് പോകാനാണ് സാധ്യത എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് എടാ നിൻ്റെ പറച്ചിലിട്ട് എനിക്ക് എന്നെ പേടിയാവുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോടെങ്കിലും പറയടാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അഭി പറയാണ് എന്തായാലും ഞാൻ പറയാതെ തന്നെ ചിലപ്പോൾ അമ്മ അറിയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ നവ്യയെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജലജ പറയുകയാണ് അപ്പോൾ നീ എന്തായാലും നല്ല കാര്യമായിട്ടുള്ള പ്രശ്നത്തിലാണ് ചെന്ന് പെട്ടിട്ടുള്ളതെന്നൊക്കെ ഇങ്ങനെ ജലജ പറയുകയാണ് കേട്ടോ. അഭി പറയുന്നുണ്ട് ഞാനിനി നാട് വിട്ടു പോവേണ്ടി വരുമെന്നാ എൻ്റെ പേടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുകയാണ് നീ ഇനി വലിയ പ്രശ്നത്തിലാണല്ലോ ചെന്ന് പെട്ടത്, നീ എന്നോടെങ്കിലും ഒന്ന് പറയുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുകയാണ് അതൊന്നും ഞാൻ എന്തായാലും ഇപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല, പിന്നെ ഈ നയനേട്ടത്തി വന്നതൊന്നുമല്ല എൻ്റെ പ്രശ്നം, ഇപ്പോൾ അതിനെക്കാട്ടിയും വലിയ പ്രശ്നത്തിലൂടെയാണ് ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് എന്തായാലും നമ്മൾ ഇനി ഒരു നയത്തിൽ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നവിയൊക്കെ സ്നേഹിച്ച് നമ്മളൊന്ന് ഒരു പൊടിക്കൊന്ന് ഒതുങ്ങുന്നതായിരിക്കും നല്ലതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്. അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മോടൊപ്പം നിൽക്കാൻ ആരും കാണില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അഭി അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുക. അടുത്തതായിട്ട് ആദർശിനെയും നയനെയാണ് കേട്ടോ കാണിക്കുക. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട് ഞാൻ വന്ന് വിളിച്ചപ്പോൾ പോലും നിൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വിട്ടില്ലല്ലോ, പിന്നെ അമ്മ വന്ന് വിളിച്ചപ്പോൾ എങ്ങനെ വിട്ടു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. പറയുന്നുണ്ട് എന്നെ സ്നേഹിച്ചോളാമെന്ന് അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്നെ വിട്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയാണ് അതിന് അമ്മയെ കൊണ്ട് പറ്റുമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് പറ്റിയില്ലെങ്കിലും ഞാൻ എന്തായാലും എൻ്റെ വീട്ടുകാരോടൊന്നും ഞാൻ സത്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ലല്ലോ, പിന്നെ അവരങ്ങനെ അറിയാനും പോകുന്നില്ല, പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും അമ്മ സ്നേഹിച്ചോളാന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ആദർശിനൊരു ഡൗട്ട് പോലെയൊക്കെ ആദർശ് ചോദിക്കുകയാണ് അമ്മ എപ്പോഴും അങ്ങോട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നയന പറയുന്നുണ്ട് അമ്മ ഇപ്പോഴേ വന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് വന്ന് എന്നെ വിളിച്ചുകൊണ്ട് വരായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുകയാണ് അതല്ല അമ്മ രാവിലെ ഇവിടുന്ന് അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ നല്ല വിഷമം കാണുമായിരിക്കും, അതുകൊണ്ട് ഞാനും ആദർശം ചേട്ടനും തമ്മിൽ പിരിയണേന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നയന. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ വന്ന് നാണം കെടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ജീവിതത്തിൽ അമ്മ ആരുടെ മുമ്പിലും ഇങ്ങനെ തോറ്റു കൊടുത്തിട്ടില്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടുമില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നയന ഇവിടെ ഇപ്പോൾ ആദർശേട്ടൻ മാത്രമല്ലല്ലോ എന്നെ കാണണമെന്ന് പറയണം, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ കാണണമെന്ന് പറയല്ലേ, അതുകൊണ്ട് എന്നെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വന്നതായിരിക്കും, അല്ലെങ്കിൽ ഇനി അവർക്കൊക്കെ അമ്മയുടെ ദേഷ്യം കൂടിയാലോ എന്നൊക്കെ ഇങ്ങനെ നയന ഇങ്ങനെ വിക്കിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആദർശിന് എന്തോ ഭയങ്കരമായിട്ട് ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അമ്മയ്ക്ക് അസുഖം വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട് എന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പോൾ പറയുന്നുണ്ട് അത് ശരിയാണ്, അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്, പിന്നെ നിന്നോടുള്ള ദേഷ്യം മാറിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അമ്മയ്ക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിലും എനിക്കിവിടെ നിൽക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയുകയാണ് എനിക്ക് എന്തായാലും അമ്മയുടെ ചില നേരത്തെ പെരുമാറ്റങ്ങളും ഇതൊന്നും എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട് അമ്മയ്ക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നിങ്ങനെയൊക്കെ പറയുകയാണ്. എന്നിട്ട് ആദർശ് ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അമ്മ നിന്നോട് എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് സംസാരിച്ചായിരുന്നു അമ്മ, ഇനി പറയാനൊന്നും ഇല്ലാതെ പറഞ്ഞു, നീ എന്നെ കോമാളിയാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ ഇങ്ങനെ നയനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മ പറയുന്നത് ഞാൻ ഡിമാൻഡ് ഇടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നത് ഇടയ്ക്ക് നവ്യേച്ചി കാണാനായിട്ട് അഭി അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഇനി അത് അവൻ്റെ അഭിനയമാവാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്
എല്ലാവരും അഭിനയിക്കുന്നുണ്ടോ എന്ന എൻ്റെ ഡൗട്ട് എന്നൊക്കെ ഇങ്ങനെ ആദർശിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ ചിന്തിക്കുന്നുണ്ട് എന്താ ആലോചിക്കുന്നത് ചോദിക്കുമ്പോൾ അല്ല അമ്മയുടെ ഓരോരോ സ്വഭാവങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട് അതിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.